നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, വെളിച്ചത്ത് ചിത്രീകരിച്ച് ഇരുട്ടിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കലാപരിപാടിയാണ് സിനിമ എന്നുള്ളത്. നിയോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഇന്നിവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നാടൻ പ്രയോഗം അനർത്ഥമാക്കുന്ന രീതിയിൽ നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കടന്നു പോകുന്നവരുടെയും ഇവിടേക്ക് നിന്ന് കടന്നു വരുന്നവരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ ദിവസത്തെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകി ആ അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. സിനിമയിലെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ നമ്മുടെ മുമ്പിൽ തെളിയുന്ന കഥയും കഥാപാത്രങ്ങളും അതിൻ്റെ ദൃശ്യവും ശബ്ദവും എല്ലാം നമ്മൾ ഒറ്റയ്ക്കിരുന്നാണ് അനുഭവിക്കുന്നത്. സിനിമയുടെ തിയേറ്ററിലെ ഇരുട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ മാത്രം ആണ് അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിൽ അവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ ആ കലാരൂപത്തെ ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്. ഇന്നിവിടെ നിങ്ങൾ ഈ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു ഇരുട്ടിൽ നിങ്ങളുടെ ഭാവി ഇവിടെ നിന്ന് കടന്നു പോകുന്നവർ അവരുടെ ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് സിനിമയിലേക്ക് ഇവിടുന്ന് ഇവിടുത്തെ പഠനം പൂർത്തിയാക്കി അവരുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും വാങ്ങി ഇവിടുന്ന് നടന്ന് സിനിമയിലേക്ക് കയറുകയാണ്. ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളുമായിട്ട് സിനിമ എന്ന സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് 100ഓളം വിദ്യാർത്ഥികൾ ഇന്ന് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന് ഈ ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരികയും കൂടിയാണ്. നമ്മൾ പൊതുവായിട്ട് തമാശയായിട്ട് പറയാറുള്ളത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്നും സിനിമയിൽ കയറിയെന്നുമാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഇടമാണ് സിനിമ. ഇത് കയറി ചെല്ലാൻ പറ്റുന്ന, മറ്റേത് ഇറങ്ങാണ് താഴ്ചയിലേക്കാണെങ്കിൽ, ഇത് ഒരു കൂടുതൽ ഉയരങ്ങളിലേക്ക് നടന്ന് കയറുകയാണ്. എനിക്ക് സംസാരിക്കാൻ കൂടുതലായിട്ടുള്ളത് ഇവിടത്തേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടുമാണ്. കാരണം നിങ്ങൾ ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് കരുതലുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്താക്കൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. കാരണം നിങ്ങൾ വേറിട്ടൊരു വഴി തിരഞ്ഞെടുത്തവരാണ്, വേറിട്ട് ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചവരാണ്. ഒരു സാധാരണ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നെല്ലാം വലിയ പിന്തുണ ലഭിക്കും. പക്ഷേ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് സന്ദേഹങ്ങൾ, ആശങ്കകൾ ഒക്കെയും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കുണ്ടാവും. കാരണം ഇതൊരു സേഫ് സോണല്ല. ഇവിടെ ഇതൊരു കരിയറായിട്ട്, ഇതൊരു ജീവിതോപാധിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നൊരു ഇടമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പല സംശയവും അവർക്കുണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നിങ്ങളിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ആരെ കൺവിൻസ് ചെയ്ത്, ആരെ ബോധ്യപ്പെടുത്തി, ആരുടെ എതിർപ്പുകളെ മറികടന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ചിലതുണ്ട്. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയാണ് ഏറ്റവും ശരിയായ വഴി, ഈ വഴിയിൽ ഞങ്ങൾ സഞ്ചരിക്കും, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് മുപ്പുറത്തേക്ക് ഞങ്ങൾ നടന്ന് കയറി വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം നിങ്ങളിവിടെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ ദിവസവും നേരിടേണ്ടത്. ആ ഉത്തരവാദിത്വം മറന്നു പോകാതെ നിങ്ങൾ, ജെയിൻ സാർ എപ്പോഴും പറയാറുള്ള ഒരു വഴിയുണ്ട്, നിങ്ങളൊരു ഹൈവേ 6 ലൈൻ ഹൈവേയിലൂടെയുള്ളൊരു സുഗമമായ സഞ്ചാരത്തിലേക്കല്ല എത്തിപ്പെടുന്നത്. നിങ്ങളൊരു ഓഫ് റോഡ് ട്രാവലിംഗ് ആണ്. ഒരുപാട് കുണ്ടും കുഴികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത്. നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ പ്രിയദർശൻ വന്നപ്പോൾ പറഞ്ഞത് വെൽക്കം ടു ഓൾ ദ ട്രബിൾസ് എന്നുള്ളതാണ്. നമ്മളെല്ലാം ആ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ, ആ ട്രബിൾസ് എല്ലാം കടന്നു തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ആർക്കും ഇതൊരു ഈസി കേക്ക് വാക്കല്ല. ഇത് അത്തരം പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ കടന്ന് ഇവിടെ എത്തുക എന്നുള്ളത്, അതിനുള്ളൊരു പെർസീവറൻസ്, മണിരത്നം സാർ പറഞ്ഞ പോലെ ആ പെർസീവറൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം.
അതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട പാഷൻ വീഡിയോയിൽ നമ്മളിന്ന് ഉയരങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ആ ഉയരങ്ങളിൽ സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് 2 ചെറുപ്പക്കാരുടെ 2 സഹോദരന്മാരുടെ പാഷനാണ്, കമ്മിറ്റ്മെൻറ്റാണ്, പെർസീവറൻസ് തന്നെയാണ്. അത് നിങ്ങൾക്കുണ്ടാകട്ടെ. അതുതന്നെയായിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഇന്ന് ഇവിടെ ആദരിക്കുന്ന 25 നമ്മുടെ പാസ് ഔട്ടായിട്ടുള്ള ഇന്ന് ഇൻഡസ്ട്രിയിൽ സ്വന്തമായി ഇടം ഉറപ്പിച്ചു കഴിഞ്ഞ ആ വിദ്യാർത്ഥികളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ അവർ ഇന്ന് വന്ന് ആ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അടയാളപ്പെടുത്തി കാണിക്കാനുള്ളത് 2 മലയാള സിനിമയിലെ 2 പ്രമുഖ വ്യക്തിത്വങ്ങളെ കൂടിയാണ്. അജയൻ അടാട്ട്, അദ്ദേഹം ദേശീയ അവാർഡ് പുരസ്കാരം ജേതാവാണ്. അതുപോലെ തന്നെ വിൻസി അലോഷ്യസ്, സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡ് നേടിയ 2 പേരാണ്. ഇവർ 2 പേരും അവർക്കും അറിയാം, അവരൊന്നും കടന്നു വന്നത് ഒരു എളുപ്പ വഴികളിലൂടെ എത്തിയവരല്ല. അവരെല്ലാവരും കടന്നു പോകുന്നത് ഒരുപാട് കാലത്തെ പരിശ്രമങ്ങളിലൂടെ, കമ്മിറ്റ്മെൻറ്റിലൂടെ, പാഷനിലൂടെ, പെർസീവറൻസിലൂടെ തന്നെയാണ്. അവരെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവരെ 2 പേരും വിളിക്കാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. അവരും നിങ്ങളോട് അവരുടെ അനുഭവങ്ങളെ, അവരുടെ അവർ കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ നിങ്ങളോട് പങ്കുവെക്കും. അതൊക്കെ നിങ്ങൾക്ക് പ്രചോദനവും നിങ്ങളെ പ്രകോപിപ്പിക്കുന്നതുമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെൽക്കം ടു നിയോ. താങ്ക് യു.